നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങളും അല്ലാത്തതും പഴങ്ങളും പച്ചക്കറികൾ പാല് മുട്ട ഇറച്ചി അങ്ങനെ ഒരുവിധം എല്ലാ സാധനങ്ങളും നമ്മൾ ഫ്രിഡ്ജിൽ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കാറുണ്ട്. എന്നാൽ ചില സാധനങ്ങൾ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും എന്താണ് കേടായി പോകാറുമുണ്ട്. അങ്ങനെയുള്ള ചില സാധനങ്ങൾ കേടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് പച്ചമുളകാണ്. പച്ചമുളക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങി അങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി സൂക്ഷിച്ച് കഴിഞ്ഞാൽ അത് വേഗം കേടായി പോകാറുണ്ട്. എന്നാൽ പച്ചമുളക് നന്നായിട്ട് കഴുകി തുടച്ച് ഞെടുപ്പ് കളഞ്ഞ ശേഷം ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് നോക്കുക. കുറേ ദിവസം എന്താണ് അത് കേടാവാതെ ഇരിക്കും. രണ്ട്, ഇറച്ചി മീൻ എന്നിവ നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ ചില ആൾക്കാർ അങ്ങനെ എന്താണ് പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിക്കാറുണ്ട്. അങ്ങനെ സൂക്ഷിക്കാതെ ഒരു കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് വെക്കുക. മൂന്ന്, ചീര വാടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. നാല്, മല്ലിയില കറിവേപ്പില എന്നിവയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വിനാഗിരി ഉപ്പും ചേർത്ത് ഒരു 10 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം അതെടുത്ത് നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകി വെക്കുക. അതിനുശേഷം ഒരു തോർത്തോ ടവലിലോ നിരത്തിയിട്ടിട്ട് മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ അതിൽ വെള്ളം മുഴുവൻ തോർന്നു കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം കണ്ടെയ്നറിൽ സൂക്ഷിക്കാം. മല്ലിയില മുഴുവനായിട്ടോ ചെറുതായി അരിഞ്ഞതിന് ശേഷവും സൂക്ഷിക്കാം. കറിവേപ്പില ഞെടുപ്പിൽ നിന്ന് ഇല ഊരിയെടുത്തിട്ട് ഒരു കുപ്പിയിലിട്ടിട്ട് വെക്കാം. 5, ഫ്രിഡ്ജിനുള്ളിലെ മണം മാറാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ കുറച്ച് നാരങ്ങ നീരും മറ്റൊരു ബൗളിൽ കുറച്ച് വിനാഗിരിയും ഫ്രിഡ്ജിൽ വെച്ച് ഫ്രിഡ്ജ് കുറച്ച് നേരം ഓണാക്കി ഇട്ടാൽ ആ ഒരു സ്മെല്ല് മാറിക്കിട്ടും.